ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയൊരു ജോലിക്കിറങ്ങി. കൂട്ടത്തിൽ അമ്മയും വന്നു. ജോലി എന്തെന്ന് ചോദിച്ചാൽ മുളകും മല്ലിയും പൊടിക്കാൻ വേണ്ടി നന്നായിട്ട് കഴുകിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കണം. നേരത്തെയൊക്കെ മുളകും മല്ലിയും പൊടിച്ചുകൊണ്ടിരുന്നത് വാങ്ങിക്കൊണ്ട് വന്ന് വെയിലത്തിട്ട് ഉണക്കി ഞെട്ട് വീർത്ത് നേരെ കൊണ്ടുപോയി പൊടിക്കുമായിരുന്നു. പലരും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണ കഴുകി ഉണക്കാന്ന് കരുതി. അങ്ങനെ ഞാനും പൊന്നും കൂടി മുളകിനെ കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ ബാക്കി വന്ന വേസ്റ്റ് വെള്ളത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഇത്രയും അഴുക്ക് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ വേസ്റ്റ് വെള്ളം ചെടിയിലൊഴിച്ചിട്ട് മുളക് കൊണ്ടുവന്ന് നേരെ ഉണക്കാനിട്ടു. ഈ ഒരു അഴുക്കാണ് ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്നതെന്ന് കണ്ടപ്പോൾ ആ മല്ലിയും കൂടെ കഴുകാനിട്ടു. സംഭവം ആദ്യം പൊന്നിന് മടിയായിരുന്നെങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ നേതൃത്വം എന്നുള്ള നിലയിൽ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങളങ്ങനെ 3 പേരും കൂടി കാര്യവും പറഞ്ഞ് ജോലി ചെയ്തപ്പോൾ ജോലി ചെയ്തത് അറിഞ്ഞത് കൂടിയില്ല. ഇനിയിപ്പോൾ ഈ മല്ലിയിൽ എത്ര അഴുക്കുണ്ടെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം കൂടിയാണ്. അങ്ങനെ ഇപ്പം മല്ലി കഴുകി എടുത്ത് വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന അവസ്ഥ എന്താണെന്ന് കണ്ടു തന്നെ അറിയണം. മല്ലി കഴുകിയ വേസ്റ്റ് വെള്ളം കണ്ടപ്പോൾ അതിൽ നിന്നും കഷ്ടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിയിലും മുളകിലും ഇത്രയും വേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ മല്ലിയും മുളകും കൂടി നന്നായിട്ട് കഴുകി ഉണക്കാനിട്ടു. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. നേരത്തെ കർക്കിടക വാവിന് പോലും കാണാത്ത ചേട്ടന്മാര് ഇപ്പോൾ 2 മുളക് ഉണക്കായിട്ടപ്പോൾ എവിടെ നിന്നോ ഓടിയിങ്ങെത്തി. ഇനിയിപ്പോൾ അവരെ ഓട്ടിക്കാൻ പറ്റിയ പണ്ട് മുതൽക്കേയുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ്. അങ്ങനെ വന്നവരൊക്കെ നിന്ന നിപ്പിൽ ഓടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 2ാമത്തെ ദിവസമായപ്പോൾ ചെറിയൊരു ജോലിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ മുളവിൻ്റെ ഞെട്ടൊക്കെ ഓടിച്ച് വൃത്തിയാക്കി പൊടിപ്പിക്കാനാക്കി കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്.